ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനും അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഫ്രിഡ്ജൊക്കെ കാലിയായിട്ട് ഇരിക്കുകയാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും വീട്ടിലില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് രാവിലെ തന്നെ ലുലുവിൽ പോവാം, സാധനങ്ങളെല്ലാം മേടിച്ച് സ്റ്റോക്ക് ആക്കണം. അപ്പം മോളും കൂടി പോന്നു എൻ്റെ കൂടെ. അവൾക്ക് അപ്പയ്ക്കുള്ള ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം മേടിക്കാനുണ്ട്. സർപ്രൈസായിട്ട് കൊടുക്കുന്ന കാരണം കൊണ്ട് ഒറ്റയ്ക്കൊന്നും പോയി മേടിക്കാനും പറ്റില്ല. എവിടെയാണ് പോവാന്നൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ കൂടെ ലുലുവിലോട്ട് പോന്നു. ലുലുവിൽ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മെട്രോയിലാട്ടോ പോയത്. മെട്രോയിൽ പോകാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല മെട്രോയിൽ പോകാനായിട്ട്. അവർ ഹൈ ഡിസൈനിലാണ് കയറിയത്. പേഴ്സും ബെൽറ്റും ആണോ നോക്കുന്നത്. അപ്പം പേഴ്സ് മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ബെൽറ്റ് മോന് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് പ്രൈസ് ഹൈ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട്. കൂടുതലും ഞാനാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഗിഫ്റ്റ് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവർ പറഞ്ഞു അവർക്കുള്ള ഗിഫ്റ്റ് എന്നാൽ ഇവിടെ നിന്ന് നോക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തു കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതെല്ലാം അവിടെയുള്ളത് കാർഡ് ഹോൾഡേഴ്സും വാലറ്റ്സും പേഴ്സും എല്ലാം അടിപൊളി കളക്ഷൻസാണ്. നിങ്ങൾ ഈ ഷോപ്പിൽ വരാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. പ്രൈസ് ഇച്ചിരി കൂടുതലുണ്ട്, പക്ഷേ നമ്മളത് വേർത്താണ്. കാരണം കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആ കാണിച്ച പേഴ്സ് മോളെടുത്തു കേട്ടോ. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ബെൽറ്റ്. ഈ ബെൽറ്റിൻ്റെ 2 സൈഡും നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് പുള്ളി ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബെൽറ്റ് കാണുന്നത്. എനിക്കിഷ്ടമായി. അങ്ങനെ അവൻ്റെ ഗിഫ്റ്റായിട്ട് ഇതാണ് ഞാൻ മേടിച്ചത്. ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെയുള്ള ബാക്കി പേഴ്സും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ. ഒന്ന് ഈ റെഡ് വണ്ണാണ്. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ച് കളർ റെഡ് എന്ന് പറയേണ്ടി വരും. പിന്നെ അവരുടെ ഈ ലെതറിൻ്റെ പുറത്തുള്ള ഈ പ്രിൻ്റൊക്കെ അവർ മേക്ക് ചെയ്തെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ലെതർ ഒറിജിനലാണ് കേട്ടോ. നമുക്കിങ്ങനെ ബാഗിൻ്റെ അകത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു പേഴ്സുകളും പിന്നെ ഒരു ലെങ്ത്തിലുള്ള വാലറ്റ് കണ്ടു കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അത് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് ഞാൻ നോക്കിയില്ല കേട്ടോ. എന്തായാലും അത് മേടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും നോക്കാം. അതവിടെ ഉണ്ടെങ്കിൽ ഞാൻ ബൈ ചെയ്യും. അപ്പം മോളതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി കേട്ടോ. കാരണം എനിക്ക് വീട്ടിലേക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലേറ്റായി കഴിഞ്ഞാൽ വീട്ടിലെത്താനും ലേറ്റാവും. അപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വേഗം സാധനങ്ങൾ എടുത്തു. ഈ ബാസ്ക്കറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെ കലൂർ പോട്ടെ, എറണാകുളം മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം അന്ന് ഇതിന് എത്ര പ്രൈസ് എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇതെല്ലാം ഇപ്പം നമ്മുടെ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. അത് പ്ലാസ്റ്റിക് ആണ്, ഒപ്പം തന്നെ അത് വാഷബിളുമാണ്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ബ്രെഡ്, ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാനും നല്ലതാണ്. ഇപ്പോൾ ഈ ഒലിവ് ഓയിൽ കാണിച്ചത് എന്തിനാണെന്നറിയാവോ? ഒലിവ് ഓയിലിൻ്റെ മയോണൈസാണത്. അത് നമ്മുടെ ഈ സാലഡ് ഡ്രസ്സിങ്ങിന് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അതിൽ നടന്ന് ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ മേടിച്ചു. കുറച്ച് ഫുഡ് മേടിച്ചു കഴിക്കാനായിട്ട്. കാരണം ഇനി പോയി എനിക്ക് നൈറ്റ് കുക്ക് ചെയ്തിട്ട് എനിക്കിനി നല്ല സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് കഴിക്കാനുള്ള ഫുഡും എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അതാകെ പൊട്ടി. ഇത് കണ്ടോ, നമ്മൾ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേനും എല്ലാം പൊട്ടി. എന്തെയോ അതിൻ്റെ മുകളിൽ എന്തോ വെച്ചിരുന്നെന്ന് തോന്നുന്നു. ഇതും കൂടി ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം നമ്മളുടെ പണികളെല്ലാം കഴിഞ്ഞു. കൊണ്ടുവന്ന എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം കയറ്റി. ഇനിയിപ്പോൾ അത് കണ്ടോ, മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഉള്ളൂ. ഇതും കൂടി നമുക്കൊന്ന് എടുത്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം. വേണ്ട, ബാക്കിയെല്ലാം നമ്മൾ ബോക്സിൻ്റെ അകത്താക്കി എല്ലാം കയറ്റി കേട്ടോ. എൻ്റെ ഇപ്രാവശ്യം കഴിഞ്ഞ മാസം ഞാൻ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, ഒരുപാട് പേർക്ക് അത് വളരെ ഉപകാരമായി എന്ന് കേട്ടതിൽ സന്തോഷം കേട്ടോ. ചെയ്തു നോക്കുക, ഈസി ആയിട്ടിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് അതിൻ്റെ അകത്ത് ഡൗട്ടുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ
അത് പ്രശ്നങ്ങളുണ്ടാവുമോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 4-5 ദിവസത്തേക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളൂ. അതിൻ്റെ അടിയിലും മുകളിലും നമ്മൾ ടിഷ്യൂ പേപ്പർ ഇടണം കേട്ടോ. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഏത് ബോക്സിലാണ് അരിഞ്ഞ് വെക്കുന്നത് ആ ബോക്സിൽ തന്നെ എല്ലാ പ്രാവശ്യവും അരിഞ്ഞ് വെക്കാൻ നോക്കണം. കാരണം ഒരു സ്മെല്ലുണ്ടാവും, ആ ബോക്സിനൊരു സ്മെല്ല് വരും. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോക്സിൻ്റെ അകത്താണ് അരിഞ്ഞ് വെക്കാറുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് എപ്പോഴും അരിഞ്ഞ് വെക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റാപ്പ് ചെയ്യണം. നാളെയാണ് ബർത്ത്ഡേ, അപ്പം സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഗിഫ്റ്റ് എടുത്തിട്ട് വാ, നമുക്കത് റാപ്പ് ചെയ്യാം. വാ. 2 gifts, purse and belt. ഇതിൻ്റെ ഉള്ളിൽ എഴുതിയത് കാണിച്ചു കൊടുക്കുന്നത് എഴുതിയിട്ടില്ല. അതെന്താ എഴുതിയിട്ടില്ല. അത് വാവച്ചനും കൂടി വന്നിട്ട് ഒരുമിച്ച് എഴുതാം. അപ്പൊ ഇത് ഇതിന്റെ ഒപ്പമല്ല കൊടുക്കുന്നത്. ഇന്നെഴുതും, നാളെ കൊടുത്താ പോരെ. ഇതാട്ടോ അവര് ഇതേ 2 പേരും കൂടി ഇരുന്ന് സീക്രട്ടായിട്ട് വരച്ചുണ്ടാക്കിയ കാർഡാണ്. കണ്ടോ? ഇതിൽ ഏത് പേപ്പർ എടുക്കണം? എനിക്കിത് മതി. ഇത് ഓക്കെ. അത് കാണിച്ചില്ലല്ലോ. അത് കാണിക്കാം. ഞാൻ ഇപ്രാവശ്യം ഗിഫ്റ്റായിട്ട് മേടിച്ചതുണ്ടല്ലോ കുറച്ച് ക്ലോത്ത്സ് ആണ്. ഇത് കണ്ടോ, ഇത് ലിനൻ്റെ ഷർട്ട്സും 2 ഷർട്ടും ഒരു പാൻറ്റുമാണ് മേടിച്ചത്. ഇപ്രാവശ്യം എൻ്റെ പ്രസൻറ്റ് എന്ന് പറയണത് ഇതാണ് കേട്ടോ. വെച്ചിട്ട് ആക്കാം. ഓക്കെ ഓക്കെ. ഞാനിത് ഇങ്ങനെ ചെരിച്ച് വെച്ച് ഒരു വിധത്തിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു റിബണും പിന്നെ ഞാൻ ഈ ഒരു കോസ്റ്റർ പുതിയതായിട്ട് ചെയ്ത, അപ്പോൾ ഇതും ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെ, ഞാൻ ആദ്യം എടുത്തത് ഈ റിബൺ ഇത് ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അത് പിള്ളേർ ബോ വെക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പം ഞാൻ വേറെ റിബൺ എടുത്ത് അതൊന്ന് കെട്ടി റെഡിയാക്കട്ടെ. അതെ, അതുകൊണ്ട് ഞാനത് എടുത്തത്, ആ റിബൺ എടുത്തത് അതുകൊണ്ടാണ്. പക്ഷെ അത് എനിക്ക് തികഞ്ഞില്ല, കറക്റ്റ് മാച്ചിനായിട്ട് വന്നത്. ഇതും കുഴപ്പമില്ല. വാവച്ചൻ പറയുന്ന ഈ കോസ്റ്റർ വെക്കണ്ടാന്ന്, അവന് ഒട്ടും അത് ഭംഗിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് തയ്ച്ചതായതുകൊണ്ട് ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് റെഡിയായി. ഞാൻ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ പിള്ളേരുടെ 2 പേരുടെയും അവരുടെയും റെഡിയായി, കാർഡ് റെഡിയായി. അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കണം. ഫെവിക്കോളിൽ നിൽക്കില്ല, ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കണം. ഇനി ഇതെല്ലാം എടുത്ത് മാറ്റി എല്ലാം ക്ലീനാക്കി ഇത് ഒളിപ്പിച്ച് വയ്ക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് പോവുക കേട്ടോ. അപ്പവും മട്ടൺ സ്റ്റൂ ആണ് ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്. അപ്പം എന്താണ്, അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്പം എന്താണ് പറയുക, മാവ് കലക്കി വയ്ക്കുന്നത് പെട്ടെന്നാണ്, ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കലക്കി വയ്ക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പപ്പൊടിയാണ്. അപ്പം നമുക്ക് സാധാരണ വീട്ടിൽ അരിയൊക്കെ പൊടിച്ച് നമ്മൾ കപ്പിയൊക്കെ കാച്ചി, ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് പൊടി തന്നു വിടുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാലും നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ വേറെ ഒരുപാട് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതോ ഒരു പ്രാവശ്യം അറിയാണ്ട് മേടിച്ച് പോയതാണിത്. പൊൻകതിറിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലപ്പം പൊടി എന്ന് പറയുന്നത് ലുലുവിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആമസോണിൽ കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലുലുവിൽ പോയപ്പം അതുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആമസോണിൽ നോക്കിയപ്പം അതിലുണ്ട്. അപ്പം ഇനിയിപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആമസോണിൽ ഈ സാധനം ഉണ്ട് കേട്ടോ. ഇത് നല്ല ഇതാണ്, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കുന്നത് പോലെയുള്ള സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടുവേ.
അപ്പോൾ ഇതിന് നമുക്ക് വേറെ ഒന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിൽ കറക്റ്റ് പൊങ്ങി വരുമ്പോൾ ഇത്രയും കൊള്ളുന്ന ഒരു രീതിയിലാണ് വെക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാറുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കപ്പിന് കറക്റ്റ് ഒരു 2 കപ്പ് പൊടിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. വെള്ളം എടുക്കുന്നത് ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല, പഞ്ചസാരയും ഉപ്പും മാത്രമേ ഉള്ളൂ ചേർക്കാനായിട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം എടുക്കുന്നതിൻ്റെ അളവും പിന്നെ വെള്ളത്തിൻ്റെ ചൂടിൻ്റെ അളവും. ചെറിയ ചൂടുവെള്ളം വേണം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചൂട് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതാവില്ല കേട്ടോ, വർക്കാവില്ലേ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കണ്ടോ, ഇതുപോലെ 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതാ 2 കപ്പ് കറക്റ്റായിട്ട് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ നമുക്ക് അപ്പത്തിന് ഇച്ചിരി പഞ്ചസാരയൊക്കെ വേണം എന്ന് തോന്നുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറവ് ചേർക്കാം. ഷുഗർ കറക്റ്റായിട്ട് ചേർത്താലേ അത് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ചേർക്കുന്നത് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇതൊരു കുഞ്ഞു സ്പൂണാണ്, 4 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ, ഒരു തുണ്ട് ഉപ്പ് മതി. കാരണം ഉപ്പ് അധികം ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈസ്റ്റ് ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് നമ്മൾ വേറെ ഈസ്റ്റ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല കേട്ടോ. ഉള്ളതുകൊണ്ടായിരിക്കും അത് പൊങ്ങി വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന വെള്ളമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ അരിപ്പൊടി അളന്നെടുത്ത ഇതേ കപ്പിൽ തന്നെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം ചേർക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ അതിൻ്റെ ചൂടും കറക്റ്റായിട്ട് നോക്കണം. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് 3 കപ്പാണ് വെള്ളം വേണ്ടത്. ഇതാ 3 കപ്പ് വെള്ളം എടുത്തു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 45 സെക്കൻഡ്സ് അത്രയും തന്നെ ധാരാളം മതി കേട്ടോ. ആ ഒരു ചൂടിനെ പാടുള്ളൂ. ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇച്ചിരി ചൂട് കൂടുതലാണ്. അപ്പോൾ ആ ചൂടിൻ്റെ അളവ് കറക്റ്റ് നോക്കിയില്ലെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ ഇത് കറക്റ്റായിട്ട് പൊന്തി വരില്ല. ഇനി അഥവാ അങ്ങനെ ചൂട് കൂടിയിട്ട്, എനിക്കും മിസ്റ്റേക്ക് പറ്റാറുണ്ട് കേട്ടോ, അഥവാ അങ്ങനെ ചൂട് കൂടിയിട്ട് നമുക്ക് അപ്പം പൊങ്ങിയില്ലെങ്കിൽ നമ്മളൊരു 1 മണിക്കൂർ ഇത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു ഈസ്റ്റ് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം 1 മണിക്കൂറും കൂടി. അപ്പോൾ അത് തന്നെ പൊന്തി വന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഫുള്ള് ഇങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഒരു തരി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് അടയ്ക്കുക, നേരെ അതിൻ്റെ പുറത്തോടെ കുറച്ച് ഒലിച്ചായിരുന്നു. ആ ഒരു 2 ടീസ്പൂൺ വെള്ളത്തോളം ഞാൻ അളന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തൊരു 1/4 കപ്പ് വെള്ളം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി പൊന്തി കഴിയുമ്പം ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണ്ടി വരില്ല, അത്രയും ഒന്ന് മാറ്റി വെച്ചിട്ട് അടിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടുതലായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊന്തി വരാനൊക്കെ അതിൻ്റെ കൺസിസ്റ്റൻസി മൊത്തം മാറും. എന്തായാലും പാലപ്പത്തിനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാനിതിപ്പോൾ ചെറിയ അപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. പാലപ്പത്തിനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ നിങ്ങൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്ന അപ്പത്തിന് ഉണ്ടാക്കുന്നതാണെങ്കിലും ഒരു കപ്പ് പൊടിക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് 1 മിനിറ്റ്. ഇനി ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഞാൻ ഇതിൽ നിന്ന് വേറെ ഇതിലേക്ക് മാറ്റുന്നൊന്നുമില്ല. ഇങ്ങനെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അത് ഇതിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അതവിടെ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പം ചുടുന്നത്.
നമ്മുടെ സ്റ്റൂ ഒക്കെ റെഡി ആയിട്ട്, അതായത് കണ്ടോ മട്ടൺ സ്റ്റൂ അതായപ്പോഴത്തേനും 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എന്താ നമ്മുടെ അപ്പം നല്ല പോലെ പൊന്തിയിട്ടുണ്ട്. ഇത് കണ്ടോ മുകളിൽ വരെ പൊന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ അളവിന് ഈ ഒരു പാത്രത്തിൽ നിറച്ചാണ് കിട്ടാറുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാറുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരു പാനിൻ്റെ അകത്താണ്. നമ്മൾ മറ്റേ ബുൾസൈ ഒക്കെ അടിക്കത്തില്ലേ, അതുപോലത്തെ ഒരു പാത്രമാണ്. ഇതിനകത്താവുമ്പോൾ എല്ലാ അപ്പത്തിനും കറക്റ്റ് അളവ് കിട്ടും. ഈ പാത്രത്തിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് തരാമോ എന്ന്. ഇത് ഒരുപാട് മുമ്പുള്ള ഒരു പാത്രമാണ്. ഇതേതോ ഓൺലൈനിൽ നിന്നെന്തോ മേടിച്ചതാണ് ഞാൻ. എൻ്റെ കയ്യിൽ അതിൻ്റെ ലിങ്ക് ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു എണ്ണ ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് അപ്പം കോരി കഴിക്കാം കേട്ടോ. ഇത് പൊന്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ കറക്റ്റ് ഇങ്ങനെ ഇത്രയും കട്ടി വരും കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ അളന്ന് ഇങ്ങനെ അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പം ഉണ്ടാക്കൽ പെട്ടെന്ന് തീരും. നല്ലോണം ബബിൾ ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട്. നമുക്കിനി ഇത് പയ്യെ ഇങ്ങനെ മറച്ചിടാം കേട്ടോ. ഒരു ഇത്രയും കൂടി മൊരിയാം. ഇത് നല്ല സോഫ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കാതെ ആരും വന്ന് കമൻ്റ് ഇടരുത് കേട്ടോ. ഇത് കണ്ടോ നോക്കിയേ, അത്ര സോഫ്റ്റാണ് ഈ അപ്പം. ഇതാ കണ്ടോ. എല്ലാ അപ്പവും ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇത് ഈ ലാസ്റ്റത്തെ അപ്പം വരെ നല്ല സോഫ്റ്റിന് കിട്ടും കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടോട്ടല് നമുക്കിപ്പോൾ ആ ഒരു അളവിന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 22 അപ്പമാണ് കേട്ടോ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് പറഞ്ഞത്. ഇത് ബേക്ക് ചെയ്തിട്ടുള്ള ചീസ് കേക്ക് അല്ലേ? ബേൺഡ് ബാസ്ക്കറ്റ് ചീസ് കേക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ കേക്ക് വരുന്നത്. ഇതിൻ്റെ പുറത്തുണ്ടല്ലോ നമ്മൾ ഇനി സ്ട്രോബെറി ടോപ്പിങ്ങും കൂടി വരും കേട്ടോ. അതായത് ഇത് കണ്ടോ, അപ്പം നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്കുള്ള ക്യാൻഡിൽ ഇതിൽ വെച്ചേക്കാം. എങ്ങാനും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ കഴിച്ചു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ടിയ, താങ്ക് യു ടിയ. ടിയ ആണ് എപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സെലിബ്രേഷനും കേക്ക് ബേക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ അവർ മേടിച്ച ഗിഫ്റ്റ് അപ്പയ്ക്ക് കൊടുത്തു. അവരാദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പയ്ക്ക്, അവരുടെ പൈസ കൊണ്ട് തന്നെ മേടിക്കുന്നത്. അപ്പം അപ്പയും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. ഞാനും വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ സമയത്ത്. എൻ്റെ ഗിഫ്റ്റ് പിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ വർഷവും ഞാൻ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം ഞാൻ ഇതുപോലെ മേടിച്ച് വെക്കും എന്നുള്ളത് കുഞ്ഞിനറിയാം. അപ്പം അത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ലേറ്റായിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അത് കാരണം കൊണ്ട്
ലഞ്ച് സ്കിപ്പ് ചെയ്തു. ഡിന്നറിന് പുറത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഒരു ഏർലി ഡിന്നറാക്കി. ഫോർട്ട് കൊച്ചിയിലാട്ടോ പോയത്. അവിടെ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എനിക്കിഷ്ടമാണ് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുന്ന ആ ഒരു ഡ്രൈവും എനിക്കിഷ്ടമുള്ളതാണ്. അവിടുത്തെ മരങ്ങൾ നിൽക്കുന്ന കുറേ പഴയ ഒരുപാട് വർഷമായ മരങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. പിന്നെ അവിടുത്തെ ആ വീടുകളും ആ ഒരു വൈബുണ്ടല്ലോ, ഒരു പ്രത്യേക, അതെനിക്കിഷ്ടമുള്ള കാരണം കൊണ്ട് അങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ നിന്നു. ഒരു സന്ധ്യാസമയം ആയ കാരണം കൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങളതെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബൈ.